സാറ്റൻ 2 എന്ന പേരിട്ടിരിക്കുന്ന റഷ്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഈ വർഷം വിന്യസിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഹൈപ്പർസോണിക് മിസൈലുകൾ വിക്ഷേപിച്ചും പുതിയ ആണവ അന്തർവാഹിനികൾ ചേർത്തും റഷ്യയുടെ ആണവസേനയെ ശക്തിപ്പെടുത്താനാണ് റഷ്യയുടെ നീക്കം. പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈനിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. 2018 സാറ്റൻ 2 ലോകത്തിന് മുന്നിൽ റഷ്യ ആദ്യമായി പരിചയപ്പെടുത്തിയത്. ആം ആദ്മി ബി.ജെ.പി. സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച ഡൽഹി എം.സി.ഡി സ്റ്റാൻഡിംഗ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള 6 അംഗങ്ങളെ തെരഞ്ഞെടുക്കും. ആം ആദ്മി പാർട്ടി മേയർ ഷെല്ലി ഒബ്രോയ്ക്കാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസർ. ഷെല്ലി ഒബ്രോയ് ക്രമക്കേട് നടത്തുന്നെന്നാരോപിച്ച് ബി.ജെ.പി. പ്രതിഷേധം. തുടർന്നുണ്ടായ തർക്കത്തിൽ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കുകയായിരുന്നു. എം.സി.ഡിയിൽ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾക്ക് അധികാരം കുറവാണ്. എന്നാൽ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് കൂടുതൽ അധികാരവുമുണ്ട്. അതിനാലാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരം കടുക്കുന്നത്.